ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനൊരു കവിത വായിക്കുകയായിരുന്നു. വയലാറിൻ്റെ സന്യാസി എന്ന കവിത. എത്ര ശക്തമായ ഒരു കവിതയാണ് ഇത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പേർ ഇതിനോടകം വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരു കവിതയാണ് ഇത്. എന്നാൽ ഈ കാലത്ത് ഈ കവിത വളരെ പ്രസക്തമാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്, കൂടുതൽ ആളുകൾ വായിക്കേണ്ടതുണ്ട്, അതിൻ്റെ ആശയം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് ഈ കവിത നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ്. വയലാറിനെ നമുക്കറിയാം. അദ്ദേഹം തൻ്റെ കവിതകൾ സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഒരു ഉപകരണമായി തന്നെ ഉപയോഗിച്ച കവിയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഏറ്റവും ലളിതമായി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തൻ്റെ കവിതയിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാറിൻ്റെ വിപ്ലവ സ്മരണകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആളിക്കത്തിയിരുന്നു. എന്നാൽ അതിനുപരിയായി സമത്വസുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, മനുഷ്യൻ്റെ ശക്തിയിലും അവൻ്റെ അധ്വാനത്തിലുമുള്ള വിശ്വാസം, ശാസ്ത്രബോധം, യുക്തിചിന്ത, മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സാമ്രാജ്യത്വ മത പൗരോഹിത്യത്തോടുള്ള എതിർപ്പ്, ഇതൊക്കെ അദ്ദേഹത്തെ കമ്മ്യൂണിസത്തിലേക്ക്, ആ ആശയങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് തൻ്റെ കവിതകളിലൂടെ എത്തിക്കാനുമൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കവിതയൊന്നും ദിവ്യമായ ഒന്നല്ല, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടല്ല ഞാൻ കവിത എഴുതുന്നത്, മറിച്ച് ഞാൻ ചിന്തിച്ച് ആലോചിച്ചുറപ്പിച്ച് കവിത എഴുതുന്ന ഒരു കവിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ ആശയവ്യക്തത, പ്രത്യയശാസ്ത്ര തെളിമ ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വർഗീയതയ്ക്കെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, മതപൗരോഹിത്യത്തിനെതിരെ, ദൈവത്തെ ഉപയോഗിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനെതിരെ എക്കാലത്തും ശക്തമായി പ്രതികരിച്ച, തൻ്റെ തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ. ഇവിടെ അത്തരത്തിലുള്ള ഒരു കവിതയാണ് സന്യാസി. പ്രസംഗവേദിയിൽ എണീറ്റ് നിൽക്കുന്ന ഒരു സന്യാസിയെക്കുറിച്ചാണ് ഈ കവിത. ആ സന്യാസിയെ വയലാർ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. കാവിയുടുപ്പുകൾ അണിഞ്ഞ, കയ്യിൽ തിളങ്ങുന്ന വാച്ചുള്ള, വായിൽ സ്വർണ്ണപ്പല്ലുള്ള ഒരു സന്യാസി. ഒരു കള്ള സന്യാസിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ യഥാർത്ഥ നല്ല സന്യാസികളെ ഒന്നും നിങ്ങളിവിടെ തെറ്റിദ്ധരിച്ചേക്കരുത്. അദ്ദേഹം എന്താണ് ആ പ്രസംഗത്തിൽ പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ സംസ്കൃത ഡിണ്ടിമ ശബ്ദം കേൾക്കാം. കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ശ്ലോകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗത്തിൽ പുട്ടിന് പീര പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശ്രുതി സ്മൃതികൾ, വേദം ചൊല്ലുന്നുണ്ട്, ഗീത പാടുന്നുണ്ട് ആ സന്യാസി. മനുഷ്യരൊക്കെ പാപികളാണ്, മനുഷ്യർ ജനിച്ചതേ പാപികളായിട്ടാണ്, മനുഷ്യൻ്റെ ജന്മം കീടോപമമാണ്, കീടത്തിന് സമമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മനുഷ്യനെ വിശന്നാൽ അത് നമ്മുടെ എന്തോ മുജ്ജന്മ പാപമാണ്. നമ്മൾ പട്ടിണിയായിട്ട് ജീവിക്കുന്നത് നമ്മൾ ചെയ്ത എന്തോ മുജ്ജന്മ പാപത്തിൻ്റെ ഫലമാണ്, അല്ലാതെ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടൊന്നുമല്ല. അത് നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ടാണ് നമ്മൾ പട്ടിണിയായി പോയത്. അത് ദൈവത്തിൻ്റെ ശാപമാണ്, നമ്മുടെ മുജ്ജന്മ പാപമാണ് എന്ന് പറയുകയാണ്. ഈ നാട്ടിൽ ഇതാ ദൈവസ്നേഹം കുറഞ്ഞിരിക്കുന്നു, ഇതാ ലോകം അവസാനിക്കാൻ പോകുന്നു, ദൈവസ്നേഹം കുറഞ്ഞു എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളർത്തിടല്ലേ കമ്മ്യൂണിസം എന്ന അലറിത്തുള്ളി സന്യാസി എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ വളർത്തല്ലേ എന്ന് അദ്ദേഹം വീണ്ടും ഇങ്ങനെ അലറിത്തുള്ളുകയാണ് ആ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട്. കവികളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ജീവിത വ്യഥകളെക്കുറിച്ച് എഴുതുമ്പോൾ ആത്മാവിനെ മറന്നു പോകരുതേ എന്നാണ് ആ സന്യാസി പറയുന്നത്. പ്രസംഗമൊക്കെ അവസാനിപ്പിച്ച സന്യാസി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അദ്ദേഹം തൻ്റെ കോളേജിന് വേണ്ടി പണപ്പിരിവ് നടത്തുകയാണ്. പ്രസംഗം അവസാനിപ്പിച്ച സന്യാസി തൻ്റെ കോളേജിന് വേണ്ടി പണപ്പിരിവ് നടത്താൻ എണീക്കുകയാണ്. നോക്കൂ എത്ര കൃത്യമായാണ് വയലാർ ഒരു പൊള്ളയായ മതപൗരോഹിത്യത്തെ നമ്മളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് എന്ന്. അവിടെ നിൽക്കുന്നില്ല കവി. അപ്പോൾ പഴയ ഒരു കഥ ഓർക്കുകയാണ്. അതിങ്ങനെയാണ്: ഓർത്തുപോയി ഞാൻ പലതും പെട്ടെന്നൊറ്റയ്ക്കങ്ങനെ നിന്നപ്പോൾ എൻ്റെ പൂർവികർ നാരായം കൊണ്ടെഴുതിയ പഴയ ചരിത്രങ്ങൾ. ആ ചരിത്രം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 5 തെണ്ടികൾ പണ്ടൊരു കാലത്ത് അടരിനു പോയ ചരിത്രങ്ങൾ. വിശന്ന് നാടും വീടും വിട്ടവർ വീഥികൾ തോറും തെണ്ടിയ നാൾ. അവരെ കൊല്ലാൻ അധികാരികൾ അന്നരക്കുകൊണ്ടൊരു പുര കെട്ടി.
കള്ളച്ചൂതിൽ തോൽപ്പിച്ചവരെ കടത്തിവിട്ടു കാടുകളിൽ, അരമനയിൽ വച്ച് അവരുടെ പെണ്ണിനെ അവമാനിച്ചു ഭരണക്കാർ. നിങ്ങൾക്ക് കഥ എന്താണെന്ന് വ്യക്തമായി കാണും. മഹാഭാരതമാണ്. 5 തെണ്ടികൾ എന്ന് പറയുന്നത് പാണ്ഡവന്മാരാണ്. കള്ളച്ചൂതിൽ അവരെ തോൽപ്പിച്ച് വനവാസത്തിനയച്ചപ്പോൾ അരക്കില്ലം കിട്ടി ചുട്ടുകൊല്ലാൻ അവരെ അവർക്ക് കെണിവെച്ചപ്പോൾ അവരുടെ പെണ്ണിനെ ദ്രൗപദിയെ, രജസ്വലയായ ദ്രൗപദിയെ അവമാനിച്ച സന്ദർഭം. അപ്പോൾ ആ യുഗത്തിലെ മാനവ നേതാവ്, ആ യുഗത്തിലെ മാനവ ജേതാവ്, ആ മനുഷ്യരെ രക്ഷിക്കാനായി അണഞ്ഞത് അവരുടെ സന്നിധിയിൽ. ആരാണത്? കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ആ യുഗത്തിലെ മാനവ നേതാവ്, ആ യുഗത്തിലെ മാനവ ജേതാവ്, ആ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് അവരുടെ സന്നിധിയിൽ അണഞ്ഞു. ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെ ദൈവം എന്ന് പറയുന്ന ദൈവ രൂപത്തിൽ നമ്മൾ കാണുന്ന ശ്രീകൃഷ്ണൻ ഈ 5 പാണ്ഡവരെ രക്ഷിക്കാൻ വേണ്ടി അവതരിക്കുകയാണ്. അതൊരു ദൈവമായോ അവതാരമായോ അല്ല, ആ യുഗത്തിലെ മാനവ നേതാവായാണ് ശ്രീകൃഷ്ണനെ കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 5 തെണ്ടികൾ ഒത്തൊരുമിച്ചലഞ്ഞ ഭാരതവർഷത്തിൽ അവർക്കു വേണ്ടി സമരം ചെയ്യാനണഞ്ഞ ഗീതാകർത്താവെ, ഭവാന്റെ പേരിൽ കാവിയുടുത്തി പരാന്നഭോജികൾ അലറുന്നു. നോക്കൂ, കൊള്ളക്കാരായ ഈ സന്യാസികളെ പരാന്നഭോജികൾ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന, അവരെ ചൂഷണം ചെയ്ത് അവൻ്റെ സമ്പത്ത് കൈക്കലാക്കുന്ന സന്യാസിമാരെ പരാന്നഭോജികൾ എന്നാണ് ഇവിടെ കവി വിളിക്കുന്നത്. 5 ഇവിടെ തെണ്ടികൾ. ഇവിടെ ഇന്ന് 5 തെണ്ടികൾ ഉള്ളത്. നാട്ടിൽ ഒരു 50,000 അലയുമ്പോൾ നോക്കൂ, പട്ടിണി സൂചികയിൽ 123-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 5 തെണ്ടികളല്ല, 50,000 ഉണ്ട് ഈ നാട്ടിൽ അലയുന്നവര്. അവർക്ക് വേണ്ടി സംസാരിപ്പവർ ഇവരുടെ മുന്നിൽ കൊള്ളക്കാർ. ആ സാധാരണക്കാരായ മനുഷ്യർക്ക് മുന്നിൽ അവർക്ക് വേണ്ടി, പാവങ്ങളായ ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഇവരുടെ മുന്നിൽ കൊള്ളക്കാർ. ഈ സന്യാസികൾ അവരെ എന്താണ് വിളിക്കുന്നത്? കൊള്ളക്കാർ എന്നല്ലേ. വളർത്തിടല്ലേ കമ്മ്യൂണിസം എന്നലറിത്തുള്ളി സന്യാസി. നോക്കൂ, ഈ 2 ഭാഗങ്ങൾ കൂട്ടി വായിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 5 ഇവിടെ തെണ്ടികൾ നാട്ടിൽ ഒരു 50,000 അലയുന്നു. ആ 50,000 ആളുകൾക്ക് വേണ്ടി, പട്ടിണിയായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഇവരെന്താണ്? കൊള്ളക്കാർ എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. 5 തെണ്ടികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ എത്തിയതാരാണ്? ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണൻ്റെ ഒരു രീതിയിലേക്കാണ് കമ്മ്യൂണിസ്റ്റുകാരെ, സഖാക്കളെ കവി ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ എത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ മതി. അവരുടെ ഇടയിൽ തന്നെയുള്ള ഒരാൾ, അവരെയാണ് കൊള്ളക്കാർ എന്ന് വിളിക്കുന്നത്. വളർത്തിടല്ലേ കമ്മ്യൂണിസം എന്നിവിടെ അലറിത്തുള്ളുന്നത് ആര്? പരാന്നഭോജികളായ, ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ കൊള്ളയടിക്കുന്ന സന്യാസിമാർ. ഭയപ്പെടുന്നു ഞാൻ ഈ കാവി പുതപ്പുകാരെ കാണുമ്പോൾ. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഇട്ടവർ ചതച്ചു ഞെക്കി കൊല്ലുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് യഥാർത്ഥ ചരിത്രം വളച്ചൊടിക്കപ്പെടുന്നത് എന്ന്, എങ്ങനെയാണ് മതപൗരോഹിത്യം അവർക്ക് വേണ്ട രീതിയിൽ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതെന്ന്, പുതിയ ചരിത്രം എഴുതി ചേർക്കുന്നത് എന്ന്, യഥാർത്ഥ ചരിത്രത്തെ തുടച്ചു മാറ്റുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അന്തിയുടുക്കും കാവിയുടുപ്പിനകത്തിരിക്കും കൂരിരുളെ, ഭയപ്പെടുന്നേൻ പാതിര തോറും പണം പിരിക്കാൻ നീയെത്തും. ഒന്നാലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് അയോധ്യ രാമക്ഷേത്രം. അതിൻ്റെ പിന്നിൽ അവർ ഉണ്ടാക്കിയ പുതിയ ചരിത്രങ്ങൾ, രാമൻ്റെ ജന്മസ്ഥലമാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയത്, ഇല്ലാത്ത ചരിത്രം മെനഞ്ഞത്. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളി പൊളിച്ച് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അവിടെ ഭണ്ഡാരപ്പെട്ടിയിൽ കൈയിട്ട് വാരി കൊള്ള നടത്തിയ കാവിയുടുപ്പുകാരെ, ഭഗവാന്റെ അനുയായികൾ എന്ന് വിളിക്കുന്ന ഈ കൊള്ളക്കാരെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എത്ര കൃത്യമായിട്ടാണല്ലേ വയലാർ ഈ കവിതയിൽ ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര കൃത്യമായാണ് മതപൗരോഹിത്യത്തിൻ്റെ പൊള്ളത്തരങ്ങളെ വയലാർ തുറന്നു കാട്ടിയിരിക്കുന്നത്. ഇന്നും നമുക്കിത് പറയാൻ ഒരു വയലാറേ ഉള്ളൂ എന്നുള്ളതാണ് കഷ്ടം. ഇന്നത്തെ കാലത്ത് ഇത്ര ശക്തമായി ഈ വിഷയങ്ങൾ തുറന്നു കാണിക്കുന്ന മറ്റേതൊരു കവിതയാണ് നമുക്ക് എടുത്തു കാണിക്കാനുള്ളത്?
ഇതുപോലെയുള്ള കവിതകളല്ലേ നമുക്ക് ആവശ്യമെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. തീർച്ചയായും ഈ കവിത നിങ്ങൾ വായിക്കണം, കൂടുതൽ കൂടുതൽ വായിക്കണം, കൂടുതൽ ആളുകളിലേക്ക് ഈ കവിത എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് ചൊല്ലാം അല്ലേ. 5 തെണ്ടികളൊത്തൊരുമിച്ചന്നലഞ്ഞ ഭാരതവർഷത്തിൽ അവർക്കു വേണ്ടി സമരം ചെയ്യാനണഞ്ഞ ഗീതാകർത്താവേ, ഭവാന്റെ പേരിൽ കാവിയുടുത്തി പരാന്ന ഭോജികളലറുന്നു. അഞ്ചല്ലിവിടെ തെണ്ടികൾ നാട്ടിലൊരമ്പതിനായിരം അലയുമ്പോൾ അവർക്കു വേണ്ടി സംസാരിപ്പവരിവരുടെ കണ്ണിൽ കൊള്ളക്കാർ. ഭയപ്പെടുന്നു ഞാനീ കാവിപ്പുതപ്പുകാരെ കാണുമ്പോൾ. ചരിത്രയാഥാർത്ഥ്യങ്ങളെ ഇട്ടവർ ചതച്ചുയക്കിക്കൊല്ലുന്നു. അന്തിയുടുക്കും കാവിയുടുപ്പിനകത്തിരിക്കും കൂരിരുളേ, ഭയപ്പെടുന്നേൻ പാതിര തോറും പണം പിരിക്കാൻ നീയെത്തും. നന്ദി. വീണ്ടും ഒരു കവിതയുമായി നമുക്ക് കാണാം.